ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ അവർ വേൾഡ്. അങ്ങനെ ഗോവയിലേക്കുള്ള ട്രിപ്പ് ഞങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ലാസ്റ്റ് വീഡിയോയിൽ കണ്ട പോലെ ഉച്ചയ്ക്കത്തെ ഫുഡും കഴിച്ച് റെസ്റ്റൊക്കെ കഴിഞ്ഞ് യാത്ര തുടങ്ങിയതാണ്. ഇനിയൊരു വലിയ ചുരം ഇറങ്ങാനാണ് നമ്മൾ പോകുന്നത്. വലിയ ട്രാഫിക്കൊന്നുമില്ലാതെ നമുക്ക് സമാധാനത്തോടെ കാഴ്ചകൾ കണ്ടു പോകാൻ പറ്റിയൊരു സ്ഥലമാണിത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വ്യൂ പോയിൻറ്റ്സ് ഒരുപാടുണ്ട്. പിന്നെ നമ്മളവിടെ എത്തിയ ഉടനെ നല്ല കുരങ്ങന്മാരെ കണ്ടു. നമ്മളവർക്ക് നമ്മുടെ കയ്യിലുള്ള ഫുഡൊക്കെ കൊടുത്തു. അങ്ങനെ കുട്ടികളൊക്കെ കുരങ്ങന്മാരെയൊക്കെ കണ്ടതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലിരിക്കുമായിരുന്നു. മൺസൂൺ സീസണിൽ ഗോവ ടു മഹാരാഷ്ട്ര പോകുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണിത്. ഈ കഴിഞ്ഞ വേനൽക്കാലത്ത് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ സൈഡിൽ കാണുന്ന പാറക്കെട്ടുകളൊക്കെ നമുക്കിങ്ങനെ ശരിക്കും തെളിഞ്ഞ് കാണും. പക്ഷേ ഇപ്പോൾ ഈ മഴക്കാലത്ത് വന്ന സമയത്ത് നല്ല ഫുള്ള് പച്ച വിരിച്ച് കിടക്കുന്നതുകൊണ്ട് നമുക്ക് കാണാനും ഈ പാറക്കെട്ടുകളിൽ കൂടി ഒഴുകുന്ന വെള്ളച്ചാട്ടം ഒന്നും രണ്ടോ അല്ല ഒരുപാടുണ്ട്. എവിടെ നോക്കിയാലും മഴക്കാലത്ത് ഉറവ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പം അതൊക്കെ കാണാനൊരു നല്ലൊരു രസമാണ്. ഈ ചുരം വരുന്നത് മഹാരാഷ്ട്രയിലെ അനുഷ്കരാഹട്ട് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് സ്ഥലത്തിൻ്റെ ഭംഗി ആസ്വദിച്ച് വരുമ്പോഴേക്കും സമയം പോയതറിഞ്ഞില്ല. സമയം അപ്പോഴേക്കും ഒരുപാട് ലേറ്റായി. വൈകുന്നേരം 4:30-5 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീണ്ടും അവിടുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കാറ് മുന്നിലും പുറകിലൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നല്ലൊരു ചെറിയൊരു നേരത്തൊരു മഴയും ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കിട്ടിയ റോഡ് അത്ര നല്ല വഴിയല്ലാത്തതുകൊണ്ടും പിന്നെ ഈവനിങ് ആയതുകൊണ്ട് നല്ല ട്രാഫിക്കും തുടങ്ങി. അപ്പം ഞങ്ങൾ ഗോവയിലെത്താൻ ഒരുപാട് ലേറ്റായി. രാത്രി 12 മണി ഒക്കെ ആയി. ഗോവയിലെത്തിയ ഉടനെ ഞങ്ങളവിടെ ഒരു മലയാളീസിൻ്റെ ഹോട്ടൽ കണ്ടു. അങ്ങനെ എല്ലാവരും അവിടെ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചു. നേരത്തെ ഞങ്ങൾ റൂം ബുക്ക് ചെയ്തായിരുന്നു. അപ്പം എല്ലാവരും റൂമിലോട്ട് പോയി.